ഇതാണ് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൻ വ്യാമത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മുകളിലെ വാർപ്പിൻ്റെ മുകളിലെ ചീരത്തോട്ടൊക്കെ വെള്ളം നിൽക്കുകയാണ്. ഇത് മുല്ല കൃഷിയാണ് കേട്ടോ. നമുക്ക് കാണാം മുട്ടുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. മുള്ളൊക്കെ ഉണ്ടാവുക. പിന്നെ ചീരൊക്കെ ഇങ്ങനെ ഇതുപോലെയാണ് വെള്ളം ഒഴിക്കാറ് കേട്ടോ. പിന്നെ നമ്മളെ മുല്ല കൃഷിയാണ് ഇവിടെ മുഴുവനായിട്ട് നിൽക്കുന്ന മുല്ല കൃഷിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷൻ ബൂട്ട് പറഞ്ഞാണ്. അതിൻ്റെ മേലെ നമുക്ക് സൂക്ഷിച്ച് ചെന്ന് കുറേയെല്ലാം കാണാൻ പറ്റും. കുറേണം പഴുത്തിട്ടില്ല, കുറേണം പഴുത്തിട്ടൊക്കെ കിടപ്പുണ്ട്, കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇത് മുഴുവൻ കായ് ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ ഇത് മുഴുവൻ നോക്ക്, ഇതൊക്കെ അതാണ്. പിന്നെ ഇവിടെ കൈപ്പക്കയും കൊണ്ട് തമിഴ്ത്തറ. അപ്പോൾ നമ്മളൊന്ന് താഴെ ഇട്ടിട്ടുണ്ട്. താഴെന്നൊക്കെ നമ്മൾ പറക്കിയിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ പറ്റും കേട്ടോ. നമ്മുടെ നാടൻ ഇതൊന്ന് നമ്മുടെ അടുത്തോട്ട് വന്നു. അപ്പം നമുക്ക് കുറേ കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നു സ്പ്രേ ചെയ്യാൻ വലിയ പൈസ ഒക്കെ കൊടുത്ത് മേടിക്കാം. പക്ഷെ വെറും പ്ലാസ്റ്റിക്കിന് കുപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കൈപ്പക്കയാണ് കേട്ടോ. കൈപ്പക്ക ഉണ്ടോ ഞാൻ കാണിച്ചറിയില്ല. കവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഒന്നും ഇല്ല, കാണിക്കാൻ പറ്റിയ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഉള്ളിലോട്ട്, അതിൻ്റെ ഉള്ളിലില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ആ, ഇതിനുള്ള ചെറുങ്ങനെയൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ തന്നെ പറ കേട്ടോ. അപ്പം ഞാനൊരു എനിക്ക് പറ്റുന്ന പോലെ കാണിച്ചു തരാം. കണ്ടോ കൈപ്പക്ക? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കൈപ്പക്കയാണ്. കുഞ്ഞു കൈപ്പക്ക പോയി നമ്മൾ സംരക്ഷിക്കണം. ഇത് നമുക്ക് കിട്ടത്തില്ല, വല്ലതും ഇപ്പോൾ എന്തെങ്കിലും കുത്തും. ചെറിയ പ്രാണികളൊക്കെ കാണാം. ഇത് കൈപ്പക്കയാണ് കേട്ടോ. കൈപ്പക്കേൻ്റെ പൂവ്, മുല്ലപ്പൂവും കൈപ്പക്ക പൂവ്. അപ്പോൾ ചെറിയ മഴ ഞാൻ ഉണ്ടാക്കുന്ന കൃത്യം. അപ്പോൾ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന വെള്ളരിക്ക. ഇത് കണ്ടത്തിൽ മാത്രമല്ല, നമുക്ക് വിചാരിച്ച വാർപ്പിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് വെള്ളരിക്കുണ്ട്, അത് പൊട്ടിക്കരുത്. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് കുറച്ച് മഞ്ഞ കളർ വന്നു, ഇത് മഞ്ഞ കളർ വന്നിട്ടില്ല. കാണാം നമുക്ക്. നമ്മൾ ഈ വാട്ടർ കൊടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ രണ്ടെണ്ണത്തിനാണ്. പിന്നെ മുല്ലയാണ് മുകളിലുള്ളത്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മുല്ല കൃഷിയാണ് കുറച്ചൊക്കെ നമ്മളുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ താഴെ നമ്മളിതൊക്കെ പറിച്ച് മുല്ലപ്പൂ പറിച്ചിട്ട് പൂവ് കടയിലേക്ക് കിലോന് 800 രൂപയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷി, മേളിലുള്ള കൃഷി. ഇതൊന്നുമല്ല, ഇനി എത്രയോ നമ്മുടെ മേളിൽ കൃഷികളുണ്ട്. നമ്മളന്ന് എന്താ പറയുക, നമ്മൾ പൂക്കൾ, നമ്മൾ താഴെയുള്ള കൃഷികളെ പറ്റി കാണിച്ചായിരുന്നു. പക്ഷേ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഓർമ്മയില്ല. അത് നമ്മൾ ഇതെന്തായാലും ഈ വീഡിയോ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് കേട്ടോ. നമ്മൾ കൃഷിയിൽ ഒരുപാട് പൂക്കളെയും കൃഷിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ ഒരുപാട് കൃഷികളുണ്ട്. അവിടുന്ന് കാണിച്ചു തരാം. ദൂരത്തുനിന്ന് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ക്യാമറ താഴെ പണിയാവും. അപ്പോൾ ഇതാ താഴെയും കണ്ട് ഒരുപാട് കൃഷികളുണ്ട്. അവിടേക്ക് നാട്ടിലുണ്ട്. താഴെ പിന്നെ എന്താ പറയുക, നമ്മളെ മറ്റേതൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയുണ്ട് കാണാം നമുക്ക് ഇവിടുന്ന്. ഈ അറ്റത്തൊക്കെ വീണാൽ നമ്മൾ ഇവിടെ ഹോൾസിലോട്ട് ഇങ്ങനെ താഴോട്ട് കൊടുത്തത്. ഇത് കാണാം നമുക്കിവിടെ ഇങ്ങനെ കൃഷികളൊക്കെ. നമ്മുടെ മുല്ലപ്പൂവാണിത്. ഇതാണ് നമ്മുടെ മുല്ലപ്പൂ. മുല്ലപ്പൂവിൻ്റെ മൊട്ട് പറ്റും നിങ്ങൾക്ക്. ചീരയാണ്. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നേരെ ചെടിക്കാത്ത ഇങ്ങനെ തേവിയ പോരാ. ഇതൊന്ന് വെള്ളേ കൊണ്ടിട്ടാ, ഒരു വെള്ളപ്പറ്റ് പോലും ഇല്ല. അമ്മ കണ്ടിട്ട് ഇലകൾക്കാണ് മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
അതിൻ്റെ ഉള്ളിൽ അതെ, പക്ഷെ വേരാന്ന് ഇങ്ങനെ നമ്മൾ ഒഴിക്കുകയാണ്. ഇത് നിറച്ചാൽ നമുക്കിതുപോലെ തേവല്ല, ഇങ്ങനെ മെല്ലെ ഞാനൊന്ന് ഒഴിച്ച് നോക്കട്ടോ. അപ്പം ഞാൻ വീഡിയോ പിടിക്കാം. വേണ്ട കേട്ടോ, അതിനകത്ത് അങ്ങനെ വെച്ചാൽ പോരാ. അതിങ്ങനെ അങ്ങനെയല്ല, മഴ പെയ്യുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മഴ ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെ നേരെ പെയ്യില്ല. അപ്പം ഇതാണ് ആ മുകളിലെ കൃഷികൾ. പിന്നെ നമുക്കിപ്പം നമ്മൾ കാണിച്ചിലേക്ക് വിള ഞാൻ കാണിച്ചു തരാം. തന്നെ നമ്മൾ ഫ്രഷൻ ബൂട്ടിൻ്റെ വിള ഇതാ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇരുട്ടാണ് കുറച്ചതാ, അവിടെ ഒരു അങ്ങോട്ട് പോകുമ്പോൾ എവിടെയാണ്. പിന്നെ ഇതാ അവിടെ ഒന്ന് കിടപ്പുണ്ട്. ഇത് നമ്മളെ ഫ്രഷൻ ബൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കാത്ത നല്ല കാര്യമാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. നല്ല മഴക്കാർ ചെറുങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പെയ്യൂല ഇങ്ങനെ കാണാനില്ല. മഴക്കാറൊക്കെ ഇങ്ങനെ കാണാനേ പറ്റത്തില്ല. പെയ്യോ ഇല്ല. നമുക്ക് കാണാം അവിടെ കുഞ്ഞു തേങ്ങളൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ടൊക്കെ റബ്ബർ തോട്ടം, നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. റബ്ബർ തോട്ടം, അവിടെയൊക്കെ റബ്ബർ തോട്ടമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ കൈപ്പക്കനുള്ള ഒന്ന് കാണിച്ചിരുന്നു. ഞാൻ അധികം കാണിക്കില്ല. ഇതാ കൈപ്പക്കനെ വിള. പിന്നെ ഇതാ ഇവിടെ മുല്ല മുട്ട് കാണാം. ഇതിലും മുല്ലമുട്ടുണ്ട്. ക്യാമറ ആക്കല്ല, ഇതിലും മുല്ലമുട്ടുണ്ട്. ഇതാ എല്ലാത്തിലും മുല്ലമുട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് ലാസ്റ്റ് മുല്ലപ്പൊട്ടൊക്കെ ഒന്ന് പറിക്കാം. അപ്പം നാളത്തേക്ക് വിരിയും. ഇല്ലെങ്കിൽ നമുക്ക് പൂജാമുറിയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം നാളത്തേക്ക് എന്ത് അപ്പം ഇനി ഞാനാണ് ഒഴിക്കാൻ പോകുന്നത്. അമ്മ ഒന്ന് കുറച്ചിട്ട് വെള്ളമാക്കി തരുമോ? കുറച്ച് വെള്ളമാക്ക് അമ്മ. ഇതിൽ തന്നെ കുറേ മുല്ലപ്പൊട്ട് എന്തിന് ഓർമ്മയില്ലാണ്ട? ഒരുപാട് മുല്ലപ്പൂ ഉണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലേ. പിന്നെ നമ്മൾ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. നിറച്ച്. അപ്പം ഞാനാണ് ഇനി അങ്ങനെ മഴ പെയ്യിക്കുന്നത്. കൃത്രിമ മഴ. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ മെല്ലെ പതിയെ എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് നമ്മൾ കൃത്രിമ മഴ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗമാവും. ഈ ചെടി ഇപ്പം നമ്മൾ പൈപ്പ് കൊണ്ടെന്താ ഒഴിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചീരക്കലം പൈപ്പ് കൊണ്ട് വെച്ചത് വാടി ഇങ്ങനെ ഒരു ഉഷാറുണ്ടാവില്ല. എല്ലാം ഇങ്ങനെ പോകും, സ്പീഡ് വെച്ചെല്ലാം പോകും. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഒഴിക്കണം നമ്മൾ. കണ്ടില്ലേ? പതിയെ ഇങ്ങനെ നമ്മൾ കൃത്രിമ മഴ ആക്കാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കൃത്രിമ മഴയാക്കണം. കണ്ടല്ലേ? അപ്പം ഇങ്ങനെ ആക്കാം. ഈ ചീരക്ക് ഇത്രയും മതി. ഇതിൻ്റെ വേര് ഇതിലാണ്. അപ്പം നമുക്ക് ഈ വേരിൽ നിന്നാണ് ഈ ഒരു മത്തങ്ങക്ക് ഇത് മത്തങ്ങ ഇത് വെള്ളരിക്ക. വെള്ളരിക്ക നമുക്ക് വെള്ളരിക്കക്ക് വെള്ളം കിട്ടണം. നമ്മൾ ഇതുപോലെ അതിൻ്റെ വേര് പോകുന്ന സ്ഥലത്തോട്ട് ആക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഞാൻ കാണിച്ചു. നല്ല അടിപൊളി മഴക്കാറുണ്ട്. പെയ്യുന്നൊന്നും അറിയില്ല. ഇപ്പോഴെങ്ങനെ ഉണ്ടാവില്ലേ? ഇല്ല അല്ലേ? ഇങ്ങോട്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് ഇപ്പുറത്ത് നിൻ്റെ വേരിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കാം. എന്താ വെച്ചാൽ മഴ ഇന്ന് പെയ്താൽ ഇവർക്ക് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ഫലം ഉണ്ടാവും. മഴ പെയ്തില്ലെങ്കിലോ? നമുക്ക് മഴേനൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. നല്ല ചൂടാണ്. ഒരു സന്ധ്യാസമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. തണുപ്പാവും ചെറുങ്ങനെയൊക്കെ, കാറ്റൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എല്ലാം പിന്നെ അത് പൊരിഞ്ഞ ചൂടായിരിക്കും. അപ്പോൾ ചൂടത്ത് കൃഷികളൊക്കെ ഇപ്പം നോക്കുന്നവർക്ക് നല്ല പാടാണ്. സൂത്രന്താ അത് ഞാൻ പിന്നെ എന്തായാലും ഇത് കഴിയുന്നവരും ചെയ്യട്ടെ. നിൽക്ക്. അമ്മ എന്താക്കുന്നു? അതിൻ്റെ അമ്മ അങ്ങനെ ആക്കുന്നു. പിന്നെ മേലേക്ക് നമുക്ക് നല്ലപോലെ വെള്ളമാക്കി കൊടുക്കണം കേട്ടോ. അപ്പം അതിന് നല്ല സുഖം കിട്ടും.
ഇല ഉണ്ടെങ്കിൽ പിന്നെ അത് വാടിപ്പോവും. ഇപ്പം നല്ല വളർച്ചയുണ്ട്. എല്ലാം നമ്മൾ ഇങ്ങനെ വെള്ളിക്കുന്നുണ്ട്, നല്ല വളർച്ചയുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടാണ് നമുക്കിപ്പം മുല്ല കിട്ടുന്നത്. അപ്പം അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫ്രേഷൻ ബൂട്ടും പിന്നെ കുറച്ച് പഴത്തൊലി അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറ്. അങ്ങനെയാണ് നമ്മൾ ചെടികളെ വളർത്തുന്നത്. ഓക്കേ, നമുക്കിതിനോട് ലാഭമുണ്ടോ ചോദിച്ചാൽ നമുക്ക് ലാഭമുണ്ട്. വിഷമടിക്കാത്ത പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് എല്ലാത്തിനും വിഷമടിച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയും കാട്ടി നല്ലതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന പച്ചക്കറി. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്ന ഉപകാരം അത് തന്നെയാണ്. പൂവൊക്കെയാണ് നമ്മൾ ഭംഗിക്ക് അല്ലേ. ഞാൻ അങ്ങോട്ട് തരിക. ഞാൻ കുറച്ച് വെക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഇലക്കും കുറച്ച്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് വേണ്ട, അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴത്തെ വ്യത്യസ്ത വീഡിയോകൾ നമ്മുടെ ചാനൽ നമ്മൾ വ്യത്യസ്ത വീഡിയോകൾ നമ്മൾ ഒരു വീഡിയോ തന്നെ അല്ല കറക്കി കുത്തിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യാറ്. എല്ലാ വീഡിയോ ഉണ്ട്. അപ്പം എല്ലാ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. കോഴീൻ്റെയും പൂച്ചേൻ്റെയും പിന്നെ പൂച്ച ഉണ്ടാകുമ്പോൾ പിന്നെയും ലൈക്കൊക്കെ ഉണ്ടായിരുന്നു. പൂച്ച ഉണ്ടാകുമ്പോൾ കുറേ ഉണ്ടായിനി. പൂച്ചേൻ്റെ എത്ര എല്ലാ വീഡിയോസും നല്ല നല്ല ലൈക്ക് ഉണ്ടായി. കുറേ പക്ഷെ നമ്മളെ പൂച്ചക്ക് എന്ത് പറ്റാറില്ല. അന്ന് രാത്രി എവിടെയോ പോയി. പിന്നെ അതിനെപ്പറ്റി പിന്നെ ഒരു വിവരമില്ല. അതിന് ശേഷം ഒരു പെരിപ്പാമ്പിനെയൊക്കെ പിടിച്ചു. ഇനി അത് കഴിച്ചൊന്നും അറിയില്ല. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഇഷ്ടമായി അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ടാറ്റ. ഇനി എൻ്റെ വീഡിയോ ഇങ്ങനെ പോലെ വരും. ടാറ്റ. ഇഷ്ടപ്പെട്ട നല്ല മഴക്കാർ, ഒരു മഴയെങ്കിലും കിട്ടുന്നെങ്കിൽ എന്ത് സുഖമായിരിക്കുമല്ലോ. എന്നാ അതെ ഞാൻ കാണിച്ചാലോ ഒന്നും കൂടെ മഴക്കാർ കണ്ടില്ല. അതാണ് നമ്മളെ മഴക്കാർ. ഇപ്പറൊക്കെ ഉണ്ട്. ഇതാ മഴക്കാർ ഒരുപാട് പേർക്കുണ്ട്. അവിടെ ആ സൈഡിലേക്കൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം. സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നുന്നു. അസ്തമിച്ചു കാണുന്നില്ല, മഴക്കാറുണ്ടായതുകൊണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക്